സിനിമാസ്കാരം. എൻ്റെ പേര് സിദ്ദീഖ് ഹസൻ. ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ്. ഞാനിതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ, ഒറിജിനൽ വേർഷൻ കണ്ട് ഓൾറെഡി റിവ്യൂ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് മലയാളം വേർഷനുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ദൂരദർശനിൽ ഇതിൻ്റെ മലയാളം വേർഷൻ കണ്ടിട്ട് അതിനകത്തുള്ള ഒരു മലയാളം ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഒരു ഭീകരമായിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. അപ്പോൾ ഓൾറെഡി മലയാളം വേർഷൻ 4DXലും അതല്ലാതെയുള്ള നോർമൽ 2D വേർഷനിലൊക്കെ മലയാളം വേർഷൻ തിയേറ്റർ റിലീസായിരിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ മലയാളം വേർഷൻ തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആ ഒരു ചാൻസ് ഒരിക്കലും മിസ്സാക്കരുതല്ലോ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹീമാൻ ആൻഡ് ദ മാസ്റ്റർ ഓഫ് ദ യൂണിവേഴ്സിൻ്റെ മലയാളം ഡബിംഗ് വേർഷനെ കുറിച്ചാണ്. ആൻഡ് വെൽക്കം ടു സിനിമയും ഞാനും. ഫോർമാലുള്ള PVRലായിരുന്നു ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് കാണാനെത്തിയിരിക്കുന്നത്. സ്ക്രീൻ 6 ആണ്. സ്ക്രീൻ 6ന്റെ സ്പെക്ക് വരുന്നത് 2K ലേസർ പ്ലസ് 7.1 ആണ് ഇവിടുത്തെ സൗണ്ട് വരുന്നത്. എനിക്കിഷ്ടമുള്ള നല്ലൊരു സ്ക്രീനാണ്. പിന്നെ ഇവിടെ ഉണ്ടാവും ഒരാളുണ്ടെങ്കിൽ പോലും ഇവിടെ ഷോ നടക്കും. അതാണ് PVRന്റെ ഗുണം. തിയേറ്റർ സാമ്പിൾ ഇടുന്നത് നിങ്ങൾ ഇതിന്റെ DCPയുടെ ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ടാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള നല്ല കിഡിലൻ DCP ആണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഒരിക്കലും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഹീമാൻ ആൻഡ് പ്രിൻസ് ആഡം. ഇതിന് രണ്ടുപേർക്കും ശബ്ദം കൊടുത്തിരിക്കുന്നത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണികൃഷ്ണൻ മുകുന്ദൻ എന്നാണ് തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത്. എനിക്കൊന്ന് ഉണ്ണി മുകുന്ദൻ്റെ ഒഫീഷ്യൽ നെയിം ഉണ്ണികൃഷ്ണൻ മുകുന്ദൻ എന്നായിരിക്കും. ആക്ച്വലി പുള്ളിക്കാരൻ്റെ ഡബ്ബിങ് അത്യാവശ്യം ഡീസൻറ്റ് വർക്കായിരുന്നു. കാരണം ഈ ഒരു ഹീമാൻ്റെ ആ ഒരു കാർട്ടൂൺ അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു ഫണ്ണി മൂഡ്, ഒരു കോമിക് മൂഡിലാണ് ഈ ഹീമാൻ മൊത്തത്തിൽ പോകുന്നത്. അപ്പോൾ ഈ ശബ്ദം കൊണ്ട് ഈ ഒരു കോമിക് മൂഡ്, ഈ ഒരു കോമഡി ടൈമിങ് കാര്യങ്ങളൊക്കെ ശബ്ദം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അതിൽ ഉണ്ണി ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി മൂന്നിനെ പോലെ തന്നെ ഒരു 6 അടി പൊക്കവും നല്ല മസിലൊക്കെ ഉള്ള ആളാണല്ലോ ഇതിനകത്തൊരു ഹീറോ. അപ്പോൾ നമുക്ക് ഈ ഒരു ശരീരം ശബ്ദം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റായിട്ട് ഒരു പെർഫെക്റ്റ് സിങ്കിൽ പോകുന്ന പോലെ നമുക്ക് തോന്നും. നമുക്ക് എവിടെയും നമ്മൾ ആക്ച്വലി ഒരു പരിധി കഴിയുമ്പോൾ, സിനിമ കഴിഞ്ഞ് ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ സ്ക്രീനിൽ ഉണ്ണി മൂന്നിനെ തന്നെ കാണുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നത്. അതായത് ഈ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ആ ഒരു വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കുറച്ച് ഫണ്ണി മൂഡിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പുള്ളി ഭംഗിയായിട്ട് ചെയ്തതുകൊണ്ടും അതല്ലാതെ പിന്നീട് ഈ പവർ ഓഫ് സ്ക്വാഡൊക്കെ കിട്ടുമ്പോഴുള്ള പിന്നീടുള്ളൊരു മാറ്റവും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ വോയിസിൽ കൊണ്ടുവന്നുകൊണ്ട് അത്യാവശ്യം ഡീസൻറ്റ് വർക്ക് തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് ഇത് ദൂരദർശനിലെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെല്ലാം ഓരോരോ മലയാളം പേരുകളുണ്ടായിരുന്നു. ഇപ്പോൾ സ്കെലിറ്റോറിനാണെന്നുണ്ടെങ്കിൽ അസ്ഥികൂടൻ എന്നായിരുന്നു അതിനകത്ത് പേരുണ്ടായിരുന്നത്. പിന്നെ ഓർക്കുവിനകത്ത് ഇല്ല, മായൻ എന്നുള്ളൊരു പേരായിരുന്നു. പിന്നെ സോൾസറസിന് സാഹസി എന്നും, പിന്നെ ക്രിഞ്ചറിനെ വരയൻ പുലി, ഉഗ്രൻ പുലി എന്നൊക്കെ ഉള്ളൊരു പേരൊക്കെയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു പേര് തന്നെ ആയിരിക്കാം ഈ സിനിമയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോർഡ് സ്കെലിറ്റോർ എന്നുള്ള ആദ്യത്തെ ഡയലോഗ് തന്നെ എനിക്ക് മനസ്സിലായി ഈ അസ്ഥികൂടൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ അടുത്ത് ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ആക്ച്വലി ആ ഒരു പഴയ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആ ഒരു പേരും കൂടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു നൊസ്റ്റാൾജി കൂടുതലായിട്ട് അയവിറക്കാമായിരുന്നു. പക്ഷേ അതുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഡിസപ്പോയിൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് ഫസ്റ്റാണ് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നിയത്. കാരണം നമ്മൾ ഈ ഒരു പവർ ഓഫ് സ്ക്വാഡ് കിട്ടാൻ നേരത്ത് ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്നും പറഞ്ഞിട്ട് മലയാളത്തിൽ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. പക്ഷേ അതിനകത്ത് ആദ്യം ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു ഡബ്ബിങ്ങിൽ വരുന്നില്ല. ഐ ഹാവ് ദ പവർ എന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പക്ഷേ നമുക്ക് ഓൾറെഡി സിനിമ കണ്ടുകൊണ്ട് അറിയാം ക്ലൈമാക്സ് പോർഷനിൽ ഒരു കാര്യം കൂടി വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുള്ള ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഡയലോഗ് വന്നപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു നൊസ്റ്റാൾജിയ, സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു, കാരണം നമ്മളെ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. ഞാൻ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഈ സിനിമ ഒരു ഭീകര പടമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളിത് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് അങ്ങനെയുള്ള പടമാണെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഇത് ആക്ച്വലി ഒരു വാച്ചബിൾ ഫണ്ണി മൂവിയാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒന്നുമില്ല. പക്ഷേ ഈ നൊസ്റ്റാൾജിയ ഫാക്ടർ ഉണ്ടല്ലോ, നൊസ്റ്റാൾജിയ ഫാക്ടർ നമുക്ക് ചില സിനിമകൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. ഈ സിനിമ എത്ര മോശമായിക്കോട്ടെ, ഇപ്പോൾ മോർട്ടൽ കോമ്പാറ്റ് പോലുള്ള പടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഈ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ട് നല്ല രീതിയിൽ നമ്മളോട് കണക്ഷൻ തോന്നുന്ന പടങ്ങളാണ്. അങ്ങനെയുള്ളൊരു പടമാണ് മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ്. അതിനകത്ത് ഈ മലയാളം ഡബിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള വർക്കായിട്ട് തോന്നിയത്. പക്ഷേ എന്ന് പറഞ്ഞാൽ മലയാളം ഡബിങ് എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നുമല്ല, പോരായ്മകളും ഉണ്ട്. മലയാളം ഡബിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നല്ല രീതിയിൽ അച്ചടി ഭാഷയാണ് വരുന്നത്, അല്ലാത്തപ്പോൾ കാഷ്വൽ ആയിട്ടുള്ള ലാംഗ്വേജും വരും. അതായത് ഇടവാളിൽ നിന്ന് അവിടേക്ക് സന്ദേശം പോയിട്ടുണ്ട് പോലുള്ള അച്ചടി ഭാഷയും വരുന്നുണ്ട്. എടാ കള്ളോടിയാ ഞാൻ നിന്നെ എടുക്കട്ടെ എന്ന് പറഞ്ഞ കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. അതിങ്ങനെ മിക്സ് ആയിട്ട് വരും. ഒന്നെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഇതിൽ പോവുക. അപ്പം അങ്ങനെയുള്ളൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടല്ലോ, നമുക്ക് നല്ല രീതിയിൽ ഫീൽ ആവുന്നുണ്ട്. ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ടീലൊക്കെ ഡബ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചില സമയം നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യും, ചില സമയത്ത് അച്ചടി ഭാഷയിലേക്ക് മാറും. അപ്പോൾ എനിക്കത് അറിയില്ല ഇതെന്താണെന്ന്. പിന്നെ സ്കെലിറ്റോർ ഏതോ വള്ളുവനാടൻ ഷാരസിയാരുടെ അവിടെ നിന്ന് വന്നുകൊണ്ട് കണ്ടില്ല ആ രീതിയിലൊക്കെ ഉള്ള ഒരു ഇല്ല ഉണ്ടല്ലോ, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്.
ആദിത്യ മേനോനാണ് സ്കെലിട്ടോറിന് ശബ്ദം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആദ്യമൊക്കെ കൊള്ളായിരുന്നു തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ലിയ 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 അതിങ്ങനെ കൂടുതലായിട്ട് അങ്ങ് സ്ട്രെസ് ചെയ്ത് പറയുന്ന പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്കെലിട്ടോറിന്റെ ആ ഒരു ഫണ്ണി മൂഡും കാര്യങ്ങളൊക്കെ പുള്ളി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഡബ്ബിങ്ങിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഹരീഷ് ഉത്തമനാണ് ഇതിനകത്ത് ഡങ്കനെ ഡബ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം ഡീസന്റ് വർക്കായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളം വേർഷൻ എന്ന് പറയുന്നത്, ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേയുടെയും മലയാളം ട്രെയിലർ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഹോളിവുഡ് സിനിമകളുടെ മലയാളം ഡബ്ബിംഗ് വേർഷൻ കൂടി റിലീസ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹീമാൻ ആയിരിക്കും, ഹീമാൻ പിന്നെ സ്പൈഡർമാനൊക്കെ കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മലയാളം ഡബ്ബിംഗ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കുറവുകൾ, ആ കുറവുകളൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ഓഡിയൻസ് മലയാളം ഡബ്ബിംഗ് വേർഷൻസും കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഹോളിവുഡ് സിനിമകളുടെ നൊസ്റ്റാൾജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് കിരൺ ടി വിയിൽ വൈകുന്നേരങ്ങളിൽ, കെ ടി വിയിൽ തമിഴിലാണെന്നുണ്ടെങ്കിലും മലയാളത്തിലൊക്കെ ഈ ഹോളിവുഡ് സിനിമകളുടെ ഡബ്ബിംഗ് വേർഷനൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡബ്ബിംഗ് വേർഷൻ ഒരിക്കലും ഒരു മോശമായിട്ടുള്ളൊരു കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും ഈ ഇംഗ്ലീഷ് വേർഷൻ ഒറിജിനൽ വേർഷൻ തന്നെ കണ്ടിരിക്കണമെന്നില്ല. അത് മലയാളം വേർഷനോ അല്ലെങ്കിൽ തമിഴ് വേർഷനോ റീജിയണൽ ലാംഗ്വേജ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ ഓഡിയൻസിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡബ്ബിങ്ങിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പോരായ്മകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ വേർഷൻ്റെ കൂടെ ഇതുപോലെ ഡബ്ബിംഗ് വേർഷനും ഇറങ്ങുന്നത് ബാക്കിയുള്ള ഒരു വിഭാഗം ഓഡിയൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എനിക്ക് ഹീമാൻ ആൻഡ് മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സിൻ്റെ മലയാളം ഡബ്ബിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് ബാക്ക് റൂംസിൻ്റെ പ്രീമിയർ എന്നുണ്ട്. ബാക്ക് റൂംസ് കണ്ടു കഴിഞ്ഞിട്ട് ഈ വർഷം ഞാൻ ഏറ്റവും കാത്തിരിക്കുന്ന ഒരു സിനിമകളിലൊന്നാണ്. അജാതി റിവ്യൂ ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്ക് റൂംസിന് കണ്ടു കഴിഞ്ഞ് അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരാം.